നീലാകാശക്കോണിൽ തൂവൺമേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകിടാം. നീലാകാശക്കോണിൽ തൂവൺമേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. നീലാംബരമേ വാരൊളി തിങ്ങും താരകളെ വാർമഴവില്ലേ മിന്നൊളിയാൽ പുഞ്ചിരി.
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. കർത്താവ് നിങ്ങളോട് കൂടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങളുടെ തരണമേ, ഞങ്ങളോട് ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിനും ഭക്തിയും വളരുന്നതിനായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധകന്യകാമറിയത്തിൻ്റെ തിരുനാൾ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് പരിശുദ്ധകന്യകാമറിയത്തിൻ്റെ സുഹൃത്തുക്കളും മാതൃകയും അനുകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. തിരുനാൾ നേതൃത്വം നൽകുന്ന പ്രസിഡന്റുമാരെയും മറ്റ് പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഇടവകയെയും ഈ പ്രദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പരിശുദ്ധാത്മാവിന്റെയും
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയോടുകൂടെ. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, സഹകാർമ്മികരായിട്ടുള്ള ബഹുമാനപ്പെട്ട ആന്റണി അച്ച, ഫ്രാൻസ് അച്ച, ബെന്നി അച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രസിദ്ധന്മാരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വത്സമുള്ള കുഞ്ഞുമക്കളെ, നിത്യസഹായ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ട് നാം ആഘോഷിക്കുകയാണ്. ഓരോ തിരുനാളുകളും ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഒരുങ്ങുകയായിരുന്നു. ജീവിത വിശുദ്ധീകരണം നടത്തി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഈ തിരുനാളിന് ഒരുങ്ങുകയായിരുന്നു. ഇന്ന് തിരുനാൾ ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം മുഖേനയും വിശുദ്ധ സെബസ്ത്യാനോസ് വഴിയും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ പ്രദേശത്തെയും അനുഗ്രഹിക്കണമെന്ന്. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. ഓരോ ദിവസവും നാം മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റു തരത്തിൽ നമ്മുടെ മക്കളുടെ ആ വളർച്ചയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തിന്മകളുടെ ആ ശക്തികളൊക്കെ നമ്മുടെ കുടുംബങ്ങളെയും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ബാധിക്കുന്നുണ്ട്. അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഐക്യത്തിലുമൊക്കെ മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപാവരം നമുക്ക് ഈ ദിവ്യബലിയിലൂടെ യാചിക്കാം. തിരുനാളുകൾ നടത്തുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധരുടെ മാതൃക അനുകരിക്കുവാൻ കൂടി നമുക്ക് സാധിക്കണം. ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധർ എങ്ങനെയാണ് നമുക്ക് മാതൃക നൽകിയിട്ടുള്ളത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവത്തിലുള്ള പൂർണ്ണമായ കീഴ്പ്പെടൽ, എളിമയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്, എലിസബത്തിനെ സഹായിക്കുവാനായിട്ട് ഓടിച്ചെല്ലുന്ന പരിശുദ്ധ കന്യകാമറിയം കനായിലെ കല്യാണ വിരുന്നിൽ സഹായ വസ്തുവുമായിട്ട് ചെല്ലുന്ന കന്യകാമറിയം യേശുനാഥൻ്റെ ജീവിതത്തിലുടനീളം കൂടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൊക്കെ പങ്കുചേർന്നുകൊണ്ട് യേശുനാഥനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം ശിഷ്യന്മാരെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും പരിശുദ്ധ കന്യകാമറിയം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കുമായി സമർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കഴിയുന്ന വിധത്തിൽ സഹായിക്കാൻ, സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസ് ധീരതയോടെ രക്തം ചിന്തി യേശുനാഥിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. നാം വിശ്വസിക്കുന്നത് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ധൈര്യത്തോടുകൂടി, യാതൊരു പ്രലോഭനങ്ങളിലും പെടാതെ, യാതൊരു തിന്മകളിലും അകപ്പെടാതെ ധൈര്യമായിട്ട് നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഏറ്റുപറയുവാനുള്ള ആ ധൈര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ തിരുനാൾ ഏറ്റവും നടന്ന പ്രസിദ്ധന്മാരെയും കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആ ത്യാഗത്തിന് പരിശുദ്ധ